ശബരിമലയിൽ ഇരിക്കുന്ന കാലത്ത് ഉം. അന്ന് സീസൺ കഴിയുമ്പോൾ വേണമെങ്കിൽ പമ്പയിലേക്ക് പോകാം. ഓ പമ്പയിൽ പോയി താമസിക്കലാണ് അതിക്ക് മുമ്പുള്ള മേശാന്തിമാരൊക്കെ. പക്ഷെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരു വർഷം കിട്ടിയാൽ ഒരു വർഷക്കാലം അയ്യപ്പസ്വാമിയുടെ കൂടെ തന്നെ വേണമെന്ന്. ഉം. അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് എൻ്റെ കൂടെ ഗുരുവായൂരും ശബരിമലയിലും മേശാന്തിയായവർ എഴിക്കോട് ശശി നമ്പൂതിരിയുണ്ട്. അദ്ദേഹവും അതുപോലെ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ കോയമ്പത്തൂർ ഇരുന്ന കാലത്ത് വരെ. ഉം. എന്തായാലും അന്ന് പ്രസിഡന്റിനോട് ചോദിച്ചു. പ്രസിഡന്റ് പറഞ്ഞു, താല്പര്യമാണെങ്കിൽ ഇരുന്നോളൂ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ എന്തായാലും ഒരു വർഷക്കാലം അയ്യപ്പനെ സേവിക്കാൻ അവിടെ തന്നെ ഇരുന്നു. ആ, ആ അത് ആറാട്ടിന് മാത്രമാണ് പമ്പയിലേക്ക് ഇറങ്ങിയത്. ഉയ്യോ. അതുവരെ അയ്യപ്പന്റെ അടുത്ത് വലിയ ഇന്നും 366 ദിവസം അയ്യപ്പന്റെ കൂടെ തന്നെ. അതൊരു ഒരു ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയാണ്. വലിയ കാരണം പറയാൻ പറ്റാത്ത അധികം സന്തോഷവും എല്ലാം ആ സമയത്തുണ്ടായിരിക്കില്ലേ? സന്തോഷം വളരെ കൂടുതലാണ്. അതിലുപരി നമുക്ക് ഭഗവാനോട് അടുക്കാൻ കിട്ടിയ ഒരു അവസരം. അതെ. ഞാനും അയ്യപ്പസ്വാമിയും മാത്രം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരു ചെറിയ കിളികൾ വന്ന മണിയമ്മ തൊടുമ്പോൾ ആ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാം. വേറെ അത്രയും നിശബ്ദമായിരിക്കുന്നു. അപ്പം എവിടെ ചെന്നാലും നമുക്ക് അച്ഛനോടോ അമ്മോടോ ഒക്കെ പറയുന്ന പോലെ അയ്യപ്പസ്വാമിയോട് പറയാം, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം, വേണ്ട മാതിരി കാര്യങ്ങൾ ചെയ്തു തരണം. ആരും കേൾക്കുന്നില്ല, അയ്യപ്പസ്വാമി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അത് അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം ഈ മണികളുടെ ശബ്ദം. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ കുറച്ച് നമസ്കരിക്കും, ആ കൂട്ടത്തിൽ അവിടെ ഇരുന്ന് ജപിക്കും. അപ്പം അത് കേൾക്കാൻ വരുന്നത് കാട്ടുപന്നി, ചെന്നായ, ഒരു ദിവസം ആമ, വണ്ട, ഇതൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കുറച്ച് മലര് വശമുണ്ടാവും. ഈ ജപമൊക്കെ കഴിയുമ്പോൾ അതെടുത്ത് കൊടുക്കും. അത് മുടങ്ങാതെ പിന്നെ അതുങ്ങൾ വന്നു തുടങ്ങി. ദൈവം ഭഗവാനെ അവരിങ്ങനെ അനങ്ങാതിരിക്കും. അന്ന് ഇന്ത്യ ടുഡേ വന്നിട്ട് എൻ്റെ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അവര് മണിക്കൂർ കാത്തിരുന്നു എന്നാ പറയുന്നത് എൻ്റെ ഈ ഇത് കഴിയാൻ വേണ്ടി. എന്നിട്ട് അതിൽ അവർ ഈ കാട്ടുപന്നിയുടെയൊക്കെ ചിത്രം എടുത്ത് പിറ്റേ ദിവസം ഇട്ടുണ്ടായിരുന്നു. മേശാന്തി സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യ ടുഡേയിൽ അന്നത്തെ എൻ്റെ പതിപ്പെൻ്റെ തന്നെ ഉണ്ട്, ഗംഭീരമായിട്ട് അവരെഴുതിയിരിക്കുക. അപ്പൊ അതൊരു ഭഗവാന്റെ നിമിത്തം അവിടെ താമസിക്കാൻ. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ സൗകര്യങ്ങളായിട്ടുണ്ട്. അത്യാവശ്യം ടിവിയും മൊബൈലും ഒക്കെ ആയപ്പോ. അന്ന് വേറെ ഒന്നുമില്ല. എനിക്ക് അമൃതാനന്ദമയിൽ നിന്ന് കുറച്ച് പുസ്തകം കിട്ടി. പിന്നെ ഞങ്ങളുടെ കർമ്മങ്ങളുടെ കുറെ പുസ്തകങ്ങൾ, ഇതൊക്കെ റെഫർ ചെയ്യുക, അവിടെ ഇരുന്ന് വായിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആഹാരം വെച്ച് തരാൻ ഒരാളുണ്ട്, അതിനും അയ്യപ്പസ്വാമി ഒരു അനുഗ്രഹം തന്നു. ബസ്സില്ല, ഈ വൈക്കത്തുനിന്നൊരു ബസ് തുടങ്ങണ്ടേ. അങ്ങനെ അന്ന് കൃഷ്ണമൂർത്തി സാറായിരുന്നു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ MD. അദ്ദേഹത്തോട് പറഞ്ഞു, വൈക്കം പമ്പ സർവീസ് ആ കാലത്ത് തുടങ്ങിച്ചു. അപ്പോൾ എനിക്കുള്ള പച്ചക്കറികൾ, അരി എല്ലാം ഇവിടുന്ന് കയറ്റി വിടും, അവിടെ വരും. ഈ കോവിഡ് വരെ ആ ബസ് ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് വരെ ആ ബസ് കൃത്യം 6:15 വൈക്കത്തുനിന്ന് പോകും, പമ്പയിലേക്ക് പോകും, തിരിച്ച് ഇവിടെ 8 മണിയാകുമ്പോൾ വരികയും ചെയ്യും. അപ്പൊ അതൊക്കെ ഭഗവാൻ തന്നെ തോന്നിച്ചു. അത് കാരണം പട്ടിണിയൊന്നും കിടക്കേണ്ടി വന്നില്ല, സാധനങ്ങളൊക്കെ കൃത്യസമയത്ത്. അപ്പം അതിനൊക്കെ ഈശ്വരൻ തന്നെ ഓരോ വഴികൾ കാണിക്കുകയാണ്. അതില് ആ MD പരിചയപ്പെടാനും ഒക്കെ അയ്യപ്പസ്വാമിയാണല്ലോ വഴിവെച്ച് തരുന്നത്. പിന്നെ എൻ്റെ നാട്ടുകാർ 2-3 പോലീസുകാരായിരുന്നു അവിടെ എനിക്ക് ഒരു വർഷക്കാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് അന്നത്തെ ADGPയുടെ നിർദ്ദേശപ്രകാരം. അപ്പം കമ്മ്യൂണിക്കേഷന് വളരെ സൗകര്യങ്ങളായി. അവരോട് പറഞ്ഞു വിടുന്നു. ഒരു സുരേഷ്, സത്യജിത്ത്, ഒരു ജയപ്രകാശ്, അങ്ങനെ 3 പേരായിരുന്നു നാട്ടുകാർ. അവരുടെ സഹകരണം എന്ന് പറഞ്ഞാൽ അവരാണ് വന്ന് വിളിക്കുക വെളുപ്പിന്. അപ്പം 1 മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങാൻ പറ്റുക സീസൺ കാലത്ത്. ഇവര് വന്ന് വിളിക്കുമ്പോൾ മാറി നിന്നാ വിളിക്കുക, കാരണം ദേഷ്യപ്പെടുമെന്ന് അറിയില്ലല്ലോ. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടച്ച് കിടക്കാൻ വരുമ്പോൾ 1 മണിയാവും. 3 മണിക്ക് നട തുറക്കണം. അതിനുള്ള ഗ്യാപ്പ് അത് ഇപ്പോഴും എല്ലാ മേശാന്തിമാർക്കും ഒക്കെ അങ്ങനെയാണ്. എന്നാൽ പോലും നമ്മൾക്ക് ഈ 41 ദിവസം തുടർച്ചയായിട്ട് അയ്യപ്പനെ പൂജിക്കാൻ ഒരസുഖവും വരാതെ നിൽക്കാൻ സാധിച്ചു. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്.
സാധാരണ ഒരാള് ഒരു 2 മണിക്കൂർ മറ്റേ ഉറങ്ങാതിരുന്ന വലിയ പ്രശ്നമായി. അതെ ഇതിപ്പോ ഇതിപ്പോ നമുക്ക് 1 മണിക്കൂറാണ് ഒരു ദിവസം 24 മണിക്കൂർ. ബാക്കി മുഴുവൻ അയ്യപ്പന്റെ അയ്യപ്പന്റെ പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോ ഇത്രയും കഠിനമായിട്ട് പ്രാർത്ഥിച്ച ആ ആരാധന കൊണ്ട് ദൈവം തന്നെ ഇത്ര വലിയ കാര്യങ്ങൾ കാര്യങ്ങള് ചെയ്ത് ചെയ്തു തന്നു, അതൊരു നടത്തി തന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. പ്രാർത്ഥനയാണ് എല്ലാത്തിനും മരുന്ന്. അസുഖത്തിനാണെങ്കിലും നല്ലോണം പ്രാർത്ഥിച്ചാൽ അസുഖങ്ങൾ വരില്ല. പലപ്പോഴും അസുഖങ്ങൾ വന്നതിന് ശേഷം പ്രാർത്ഥന തുടങ്ങുക. അത് പാടില്ല. എനിക്ക് ഇല്ല ഈ എപ്പോഴും നമ്മള് തലമുറയോടും ജനങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, നമ്മൾ എന്നും ഒരു പ്രാർത്ഥിക്കണം. അതെ ഒരു 10 മിനിറ്റ് ആണെങ്കിലും നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയുള്ളവർക്ക് വലിയ അസുഖങ്ങളൊന്നും വരില്ല. ഉം. അത് ഈ കാലഘട്ടത്തിന്റെ ഇതായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കരികാലത്തിൽ ആൾക്കാർക്ക് വിളിക്കുമ്പോഴേ ഭഗവാൻ കൈ കിട്ടണം, ആ അത് കിട്ടില്ല. അത് നമ്മൾ ഞാന് 13 വയസ്സുള്ളപ്പോൾ മുതൽ ശബരിമലയ്ക്ക് പോയി തുടങ്ങിയതാ, എൻ്റെ കൊച്ചച്ഛന്മാരുടെ കൂടെ. ഓ അങ്ങനെ പോയി കുറെ കഴിഞ്ഞ് നമുക്കൊരു 10-22 വയസ്സ് തന്നെ പോയി കഴിയുമ്പോൾ ഒരാഗ്രഹമാണ്, എന്തെങ്കിലും ഒരിക്കലും ഒരു മേശാന്തി ആകണമെന്ന്. അന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് ഒന്നും ചെയ്യാൻ നമുക്കുള്ള പറ്റത്തില്ല. 35 വയസ്സ് കഴിയണം അപേക്ഷിക്കണം. അതെ പക്ഷെ ആ ആഗ്രഹം ചെന്ന് കിട്ടി. അതെ 3 സ്ഥലത്ത് സർക്കാർ അല്ലാത്ത സ്ഥലങ്ങളിലും സർക്കാരിന്റെ ഒക്കെ ജോലി കിട്ടിയതാ. ഒക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് പോയി. കാരണം മേശാന്തി ആവണമെങ്കിൽ ഓ ഇതേ പറ്റുള്ളൂ എന്ന് തോന്നിപ്പോയി. ആ അങ്ങനെയൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് ഭഗവാന്റെ അടുത്ത് നിന്ന് അതെ കിട്ടി. അത് തന്നെയായിട്ട് പിന്നെ കുറിച്ച് അതിന് ഏറ്റവും വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നും ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരാനും 26 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ വരാനും, ഇപ്പം മോളെ പോലെ ഒരു മോളെ എനിക്കുണ്ട്, ശ്രീലക്ഷ്മി എന്നാ അവളുടെ പേര്. ആണോ? അവളൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ആ അതൊക്കെ ഒരു അവളുമൊക്കെ ആണെങ്കിലും പ്രാർത്ഥനയാണ്. ആ അപ്പൊ എനിക്കിപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത്, ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ അരമണിക്കൂറെങ്കിലും എങ്കിലും ഇല്ലെങ്കിൽ 20 നിമിഷം മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഈശ്വരന്റെ അനുഗ്രഹം കിട്ടാനുള്ള വഴിയൊരുങ്ങും. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലാതെ സ്വയം പ്രാർത്ഥിക്കണം. അത് എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. ആ പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടാനിടയായത്. സ്വാമിയേ ശരണമയ്യപ്പ.